സുനീഷ് ഇങ്ങ് വന്നു. എന്ത് സുനീഷ് ഇങ്ങ് വന്നേ? സുനീഷിന്റെ കാലിങ്ങോട്ട് നടന്നു വന്നു. എന്തുകൊണ്ടാണ് സുനീഷിന്റെ കാലിങ്ങ് നടന്നു വന്നേ? വിളിച്ചത് കൊണ്ട്. സത്യമാണ്. വിളിച്ചപ്പോൾ എന്താ സംഭവിച്ചേ? സുനീഷ് കേട്ടപ്പോൾ എന്ത് സംഭവിച്ചു? സുനീഷിന്റെ മനസ്സിൽ വന്നു, ഹെഡില് എത്തി. ഈ ഹെഡാണ് ആരെ ചലിപ്പിച്ചത്? സുനീഷിന്റെ കാലിനെ ചലിപ്പിച്ചത്. അപ്പൊ സുനീഷിന്റെ കാല് എന്തിന്റെ കീഴിലാ? സുനീഷിന്റെ തലയുടെ കീഴിലാ. സുനീഷിന്റെ കാല് ഏത് രാജ്യത്തിലാ? സുനീഷ് രാജ്യത്തിലല്ലേ? സുനീഷിന്റെ കാലിലൂടെ സുനീഷ് വെളിപ്പെട്ടു. അപ്പൊ സുനീഷിന്റെ ചിന്തകളാണ് സുനീഷ്. അപ്പൊ സുനീഷിന് വഴിയൊരുക്കിയത് ആരാ? കാലുകളല്ലേ? അപ്പൊ സുനീഷിന്റെ കാലുകളിലൂടെ ഈ ഭൂമിയിലേക്ക് വെളിപ്പെട്ടത് സുനീഷിന്റെ തലയാ. അപ്പോ ഈ തലയ്ക്ക് കാലെന്തായി മാറി? വഴിയായി മാറി. പിടുത്തം കിട്ടിയ? കാല് വഴിയായി മാറി. ആർക്ക്? സുനീഷിന്റെ തലയ്ക്ക്. ഇതേപോലെ സ്വർഗസ്ഥ പിതാവിന് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വഴിയായി മാറി. താൻ ഈ ഭൂമിയിൽ ഒന്ന് ജീവിച്ചപ്പോൾ ഇതുപോലെയാണ് ക്രിസ്തു പറഞ്ഞത്, എന്നെ കാണുന്നവൻ അദൃശ്യനായ ആത്മാവാകുന്ന എൻ്റെ അപ്പനെ ഈ ജഡത്തിലൂടെ കാണുന്നു. പിടുത്തം കിട്ടിയ? പക്ഷെ ഈ മനുഷ്യർക്ക് ഇതൊന്നും മനസ്സിലായില്ലെന്നുള്ളൂ. എന്നിട്ട് വീണ്ടും അവർ ചോദിച്ചു അങ്ങ് പിതാവിനെ കാണണോ? ഹല്ലേലൂയ. കാരണം അവർക്ക് മനസ്സിലായില്ല. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇനി ക്രിസ്തുവിലുള്ള നമ്മളിൽ ഇത് തന്നെ സംഭവിക്കണം. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, നമ്മുടെ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ. കാരണം ക്രിസ്തുവിന്റെ തല അത്യുന്നതനായ ദൈവം യഹോവയാൻ ദൈവം, സ്വർഗസ്ഥ പിതാവ്. അങ്ങനെ ക്രിസ്തുവിന്റെ ജഡത്തിലൂടെ ദൈവം വെളിപ്പെട്ടു, യഹോവയാൻ ദൈവം വെളിപ്പെട്ടു. ഇതാണ് തിമോത്തിയുസ് 1 തിമോത്തി അതിൻ്റെ 3:15-16 വാങ്ങിൽ എഴുതി വെച്ചിരിക്കുന്നത്. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ആരുടെ ജഡത്തിൽ? ക്രിസ്തുവിൻ്റെ ജഡത്തിൽ വെളിപ്പെട്ടു. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അതാണ് ക്രിസ്തുവിൻ്റെ തല ദൈവം എന്ന് ബൈബിൾ പറയുന്നത്. ആ തലയായ ദൈവം ക്രിസ്തുവിൻ്റെ ജഡത്തിലൂടെ വെളിപ്പെട്ടു. യഹോവയ്ക്ക് ക്രിസ്തു ഭൂമിയിൽ ഒരു വഴിയായി തീർന്നു തൻ്റെ ജീവിതകാലത്ത്. അത് കഴിഞ്ഞേ ഇല്ല, ഫിനിഷ്. അപ്പോൾ പ്രിയ സഹോദരങ്ങൾക്ക് ഇത് മനസ്സിലായോ? വഴിയൊരുക്കുക എന്ന് പറഞ്ഞാൽ സുനീഷിൻ്റെ ഹെഡിലാണ് ചിന്ത. ആ ചിന്തകൾക്ക് സുനീഷിൻ്റെ കാല് വഴിയൊരുക്കി. പിടുത്തം കിട്ടിയ? ഇതേപോലെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ചിന്തകൾക്ക് ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ ശരീരമായ അവയവമായ ഞാനും നിങ്ങളും വഴിയൊരുക്കണം. നമ്മൾ അവയവമായി തീരണം, തലയാകരുതെന്ന് അർത്ഥം. നമ്മൾ തലയായാൽ നമ്മൾ നമ്മുടെ രാജ്യമാണ്. എന്നാൽ ക്രിസ്തു നമ്മുടെ തലയായാൽ നമ്മൾ ക്രിസ്തുവിൻ്റെ രാജ്യമാണ്. പക്ഷെ ക്രിസ്തുവിൻ്റെ തല ദൈവമായതുകൊണ്ട് നാം ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവമായാൽ നാം ദൈവത്തിൻ്റെ രാജ്യവുമായി മാറിക്കഴിഞ്ഞു. പിടുത്തം കിട്ടിയ? എല്ലാം കണക്റ്റഡാ. നമ്മുടെ തല ക്രിസ്തു, ക്രിസ്തുവിൻ്റെ തല ദൈവം. നമ്മൾ ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തു ദൈവത്തിനുള്ളവൻ. ഏത് ദൈവം? അത്യുന്നതനായ ദൈവം. ഇതെല്ലാം ദൈവ കുടുംബത്തിലേക്ക് വരുമ്പോൾ എല്ലാം, അതായത് സ്വർഗസ്ഥ പിതാവും തൻ്റെ മക്കളുമായി എല്ലാം ഗോഡ് കാറ്റഗറി, എല്ലാം ദൈവങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ നടുവിൽ അത്യുന്നതനായ ദൈവം ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾ ചിന്തിച്ചോ? നമ്മൾ ഓരോരുത്തരും നമ്മുടെ രാജ്യമാണ്. നമ്മുടെ തലയുടെ വഴിയാണ് ഇത് മൊത്തം. ഇതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിൽ നമുക്കിത് കാണാൻ കഴിയും. ഇത് വ്യക്തതയോടെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ യഹോവയ്ക്ക് വഴിയൊരുക്കുക.